ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറയുമ്പോൾ ഇതൊരു സീസണൽ മധുരമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ഫ്രൂട്ട് എന്താണ്? മാമ്പഴം. മാമ്പഴം ഇപ്രാവശ്യം വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ മാമ്പഴം കൊണ്ട് നമ്മളൊരു നാടൻ വിഭവം ഉണ്ടാക്കാൻ പോകണു, അതായത് മാമ്പഴം അട. നമ്മൾ ചക്കയട ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ് മാമ്പഴം കൊണ്ടും അട ഉണ്ടാക്കാം. അങ്ങനെ നല്ലൊരു മാമ്പഴം ഇലയട ഉണ്ടാക്കാൻ പോകുന്നു. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം മാമ്പഴം, അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് അരച്ചെടുത്തത് 1.5 കപ്പ്, വറുത്ത അരിപ്പൊടി തരിയില്ലാത്തത് 1.5 കപ്പ്, ശർക്കര ചീകിയത് 1 കപ്പ്, വെള്ളം 2 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 3/4 മുതൽ 1 കപ്പ് വരെ ആകാം, മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി 1 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇല അട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ വാഴയിലെല്ലാം ഇവിടെ റെഡിയാണ്. പിന്നെന്താ വേണ്ടത്? അരിപ്പൊടി. ഇത് അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പത്തിരി അങ്ങനത്തെ അത്രയും ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടി അതിവിടെ റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ മാമ്പഴത്തിൻ്റെ സത്ത്, മാംഗോ പൾപ്പ്. ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സമയമാണ്. നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ, അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല പൾപ്പായിട്ട് വരും. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ചീകി എടുത്തത് അതും റെഡി. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് തേങ്ങ വേണം. പിന്നെ അതുപോലെ ഏലക്ക പൊടിച്ചത്. ആദ്യം എന്താ ചെമ്മണേ, കുറച്ച് ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് ശർക്കര, ഫൈനലി പൗഡേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ചീകി എടുത്തതെന്ന് പറയാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, 1/4 തന്നെ വേണ്ട, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. 1-1.5 ടേബിൾ സ്പൂൺ ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാകമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതി. അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ച് മാറ്റാനും പറ്റും. നല്ല ചൂടോടുകൂടി തന്നെ അത് ചെയ്യണം. അതായത് ചൂട് ശർക്കര പാനിയാണ് നമ്മൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒഴിക്കേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് ഇത് ഉരുക്കാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ശർക്കര പൗഡേർഡ് ഫോമിൽ കിട്ടും, പൗഡറായിട്ട്. അതാണെങ്കിൽ പോലും നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആ ചൂട് പാനീയം നമുക്ക് കിട്ടുള്ളൂ. ഇത് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് ശർക്കര. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ഇത് ഇച്ചിരി ഉരുക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം, 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ. ഇത് ഉരുകി ആ 1 ടേബിൾ സ്പൂൺ തന്നെ ആകുമ്പോഴും ഉരുകി കഴിയുമ്പോൾ അത് കുറച്ച് വാട്ടറി ആകും. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കും. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെള്ളം, ഒരല്പം കൂടി വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി കറുത്ത ശർക്കരയായിരുന്നു, അപ്പോൾ എന്തായാലും അഴുക്കുണ്ടാകും. വൈറ്റ് ശർക്കര എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ കളറിലെ ശർക്കര കിട്ടും. പക്ഷേ അതിലൊക്കെ ഒരുപാട് മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൽ കുറച്ച് കെമിക്കൽസ് കൂടുതലാണ്. അതുകൊണ്ട് അതിനെക്കാട്ടും നല്ലത് നമ്മളിങ്ങനെ ഡാർക്ക് കളറിലെ ശർക്കര മേടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് ഉരുകി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഈ രീതിയിലായി കഴിഞ്ഞു. ഇനി ഇത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കര പാനി ഉരുക്കിയെടുത്തല്ലോ, അതിൻ്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് മാവ് മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം വറുത്ത അരിപ്പൊടി. ഇത് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇടിയപ്പം പത്തിരി ആ പാകത്തിന് ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി. ആദ്യം മാമ്പഴത്തിൻ്റെ സത്ത് അല്ലെങ്കിൽ മാമ്പഴം അരച്ചത് ചേർക്കുന്നു. അപ്പോൾ അരിയെക്കാട്ടി കൂടുതൽ മാമ്പഴം തന്നെയാണ് വേണ്ടത്. നല്ല ചൂട് ശർക്കര ഉരുക്കിയത്. അപ്പോൾ ഈ റൈസ് ഫ്ലവർ അഥവാ നമ്മുടെ അരിപ്പൊടിയിൽ ആ ചൂട് ശർക്കര പാനി വരുമ്പോൾ കുറച്ച് വെന്ത് കിട്ടും, കുറച്ചൊന്ന് ആ ഒരു നല്ലൊരു ടെക്സ്ചറിലേക്ക് വരും. ആ മാമ്പഴത്തിൻ്റെ സത്ത്, മാമ്പഴം അരച്ചതും എല്ലാം കൂടി ആകുമ്പോൾ ആ ഒരു ഫ്ലേവറും ഇത് കാണുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് തേങ്ങ, ഇതൊരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർക്കാം. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടി, തരിയില്ലാത്ത അപ്പത്തിൻ്റെ ഇടിയപ്പം പത്തിരി പോലത്തെ പൊടി. ശർക്കര നമ്മൾ 1 കപ്പ് നിറച്ചെടുത്തിട്ട് ഒരു 1/4 കപ്പിനകത്ത് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തത്. അപ്പോൾ അളവ് ഏകദേശം കിട്ടിയല്ലോ. പിന്നെ മാംഗോ പൾപ്പ് ഏതാണ്ട് ഒരു 1.5 കപ്പോളം ഉണ്ടായിരുന്നു. മാങ്ങ അരച്ചത് 1.5 കപ്പ് ഉണ്ടായിരുന്നു. ഒരു 3 മീഡിയം സൈസ് മാങ്ങയാണ് ഞാൻ അരച്ചെടുത്തത്. നല്ല നിറവും മധുരവും ഒക്കെയുള്ള മാങ്ങയായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്തു. 3/4 കപ്പ് തേങ്ങ, 3/4 എന്നുള്ളത് 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ മാവെല്ലാം കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു സെമി ആയിട്ട്, അതായത് ഒരുപാട് കട്ടിയല്ല, ഒരു ഇച്ചിരി ലൂസായിരിക്കണം, നമുക്കിങ്ങനെ ആണെന്നുണ്ടല്ലോ ഈ ഒരു പാകം. അപ്പോൾ ഇല അട പരത്തുന്നതിന് മുന്നേ തന്നെ ഒരു പാത്രം, ഇഡ്ഡലി കുട്ടുകം അല്ലെങ്കിൽ ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെക്കാം. അതിപ്പുറത്ത് അടുപ്പിരിക്കട്ടെ. നമുക്ക് ഈ ഭാഗത്ത് നിന്നിട്ട് ഇലയിൽ ഇതിങ്ങനെ പരത്തി തുടങ്ങാം. ഇനിയാണ് ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ ഇലയിലേക്ക് മാറ്റാൻ പോകണു. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ഇല അട ഉണ്ടാക്കും. ഇനി കുറച്ച് നെയ്യും കൂടി ചേർക്കണം. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ പ്യോർ കൗ ഗീ, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. 1 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1/2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ചേർത്താൽ കൂടുതൽ സ്വാദ്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് ആ നെയ്യ് ആ ചൂടിൽ ഉരുകിക്കോളും. അപ്പോൾ മിക്സിങ് എല്ലാം പൂർത്തിയായി, നമുക്ക് തുടങ്ങാം. അട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ഇല എടുക്കുന്നു. വാട്ടിയ ഇല ആണെങ്കിൽ, തെളുന്ന ഇല ആണെങ്കിൽ വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വാട്ടിയിട്ട് എടുക്കണം. ഇതുപോലെ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു സൈഡിലായിട്ട് നമുക്ക് എത്ര അടയുടെ വലിപ്പം നോക്കിയിട്ട് ചെയ്യാം. യെസ്, ഇതിപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മടക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക. വേറെ വലിയ പരത്തലൊന്നും വേണ്ട, നമ്മൾ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും പ്രസ്സായി നല്ലൊരു അടയായിട്ട് മാറും. ഓക്കെ, ഈ വലിപ്പത്തിന് കിട്ടി. ഇനി ഇതുപോലെ ബാക്കി മാവും ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ട് മാവ് വയ്ക്കുക. അങ്ങനെ ചെയ്യാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള നല്ല അടയായിരിക്കും കേട്ടോ, സൈസ് അനുസരിച്ച്. ചെറിയ ഇലയ്ക്കകത്ത് കുറച്ച് സൈസ് കുറച്ച ഇലയിൽ കുറച്ച് മാവായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആയിട്ട് വെച്ചാൽ മതി. ക്രിസ് ക്രോസ് ആയിട്ട് വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എല്ലാ അടയും പരത്തി വെച്ച് കഴിഞ്ഞു. നമ്മളങ്ങനെ കാര്യമായിട്ട് പരത്താനൊന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇനി അടയ്ക്കാം. ഇനി സ്റ്റീമർ അടയ്ക്കുന്നു. ഇനി ഒരു 15 മിനിറ്റ് സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റോളം സ്റ്റീം കയറട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴം ഇലയട റെഡിയാകും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയം ഞാൻ സ്റ്റീം ചെയ്തു, തീ ഓഫ് ചെയ്തു. ഇനി ഒന്ന് തുറക്കാം. നോക്കേ, നമ്മുടെ ഭയങ്കര ചൂടാണ്. നമ്മുടെ അട ഇസ് റെഡി. അതാവുന്നേ നോക്കൂ, ഇങ്ങനെ നോക്കിയാൽ ഇല ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ കാണാമല്ലോ, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ അട, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇല എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഭയങ്കര ചൂടാണ്. അപ്പം അതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല സുന്ദരിയായ മാമ്പഴം ഇലയട ഇസ് റെഡി. ഒന്ന് കറക്റ്റ് വെന്തിട്ടുണ്ട്. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു തുടങ്ങാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മുടെ മാമ്പഴം ഇല അട എല്ലാം തന്നെ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ, അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ തണുത്തു. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചതാണ്. ഇതുപോലെ എല്ലായിടെയും ഇങ്ങനെ തന്നെ സെറ്റായിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര മാവ് വയ്ക്കുന്നു അതനുസരിച്ചിട്ടുള്ള ഷേപ്പും സൈസും ആയിരിക്കും നമ്മുടെ അടയ്ക്ക്. വലിയ ഇലയാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിലുണ്ടാവും, ചെറിയ ഇലയാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ മാവ് വയ്ക്കും. പിന്നെ എൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അതും നമുക്ക് തന്നെ തീരുമാനിക്കാം. അതായത് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കട്ടി, ഇത്രയും മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഒരുപാട് തിക്കാക്കണ്ട. നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുമ്പോൾ അത് ആ ഇലയുടെ വെട്ടിന് എത്ര മങ്ങി വരുന്നു അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇംപ്രവൈസേഷൻ എന്ന് വെച്ചാൽ വേണമെങ്കിൽ നട്ട്സൊക്കെ മുറിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ. കാഷ്യൂ നട്ട്സൊക്കെ ചെറിയ മാറ്റങ്ങൾ ചെയ്യാം. പിന്നെ കുറച്ച് ചുക്കുപൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. മാമ്പഴം ധാരാളമുണ്ട്, മാമ്പഴക്കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാമ്പഴ ഇല അട ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അത് മുട്ട കുരുമുളക് പെരട്ട്, അങ്ങനെ തന്നെ പറയാം.
ഓക്കെ, വളരെ സിമ്പിളാണ്, വെരി യമ്മി, ടേസ്റ്റി. രണ്ടാമത് കാണിച്ചതാണെങ്കിൽ അതിനെക്കാട്ടിലും എളുപ്പമാണ്. അടയൊക്കെ നമുക്ക് നാടൻ പലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഈ മഴക്കാലത്ത് ഈ മാമ്പഴക്കാലവും മഴക്കാലവും എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഈ ഒരു സമയത്ത് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ ഒരു മാമ്പഴ ഇലയുടെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും. കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.